എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ഭൂമിയിലെ ചില ഔഷധങ്ങളുടെ കാണാപ്പുറങ്ങളെ പറ്റിയാണ്. ബോട്ടണിയുടെ ജനയിതാവ് പോർത്തോസ് എന്ന ഡച്ച് ശാസ്ത്രജ്ഞനാണ്. ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ നിസ്സാരമെന്ന് തോന്നുന്ന ഓരോ പുൽത്തകിടിയിലും മാരകമായ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്ന ഔഷധങ്ങളുണ്ട്. 2 വിശുദ്ധ ബൈബിളിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച പല സ്ഥലങ്ങളിലും ഔഷധങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. മെയിനായിട്ട് പ്രഭാഷകൻ 38 ജ്ഞാനം 7:20 അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഔഷധങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഈ ആയുർവേദം കണ്ടുപിടിച്ചിട്ട് ഏകദേശം ക്രിസ്തുവിന് മുമ്പ് 5000 വർഷം മുമ്പ്, അപ്പോൾ ഇപ്പോൾ 7025 വർഷത്തോളം ആകുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും നമുക്ക് കണ്ടാൽ അറിയാവുന്ന ഔഷധങ്ങളുണ്ടെങ്കിൽ നമ്മളത് യൂസ്ഫുള്ളാക്കുക എന്നുള്ളതാണ്. ഇത് മത്തൻ്റെ പൂവാണ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇത്. ഇതിന് വേണ്ട സാധനങ്ങൾ: മത്തൻ പൂ ആവശ്യത്തിന് കിട്ടുന്ന അത്രയും ചെറുതായിട്ട് അരിഞ്ഞത്, ബ്രഹ്മി, കൊടകൻ, വയമ്പ്. ഇത് ഉണക്കി പൊടിച്ചതാണ്. ഇതാണ് വയമ്പ്, മീനല്ല, ഇത് വയമ്പാണ്. ഇത് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. ബാക്കിയെല്ലാം നമുക്ക് പറിച്ചെടുക്കാൻ എന്ന സാധനമാണ്. ഇത് മത്തൻ്റെ പൂവ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിന്നും ആവശ്യമുള്ള നെയ്യും തേനും ചേർത്ത്, കൽക്കണ്ടം അല്ലെങ്കിൽ ശർക്കര കൂടെ ചേർത്ത് ചെറുതായി ഒരു ലേഹ്യ പരുവാക്കി ഒരു മരുന്നുണ്ടാക്കി വെക്കുക. എന്നിട്ട് ഈ ഗർഭിണികൾ ഒരു 3 മാസം കഴിയുമ്പോൾ തൊട്ട് ഛർദിയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പം വേറെ അസ്വസ്ഥതകളൊന്നും അവർക്കില്ല എങ്കിൽ ഇത് കുറേശ്ശെ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂൺ വീതം ഒരു ദിവസം ഒരു നേരം കഴിക്കുകയും മത്തൻ്റെ കായ ഒരു ചെറിയ കഷ്ണം പാലിൽ പുഴുങ്ങി പാലൊഴിച്ച് കഴിക്കുകയും ചെയ്യുക. നമ്മൾ കുട്ടിക്ക് നല്ല ബുദ്ധി, നല്ല നിറം വയ്ക്കാൻ വേണ്ടി നമ്മൾ കുങ്കുമപ്പൂ, തങ്കഭസ്മം ഒക്കെ കഴിക്കുന്നവരുണ്ട്. അത് ഇല്ലാത്തവർക്ക്, അത് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവർക്കും ഇത് ലിവർ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കുഞ്ഞിനും നല്ലതാണ്. കളർ ചേഞ്ച്, കൊച്ചുണ്ടാകുമ്പോൾ കളർ ചേഞ്ചാണെന്നും പറഞ്ഞ് പിന്നെ ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോയിടുന്നു, അതിനും ഒത്തിരി പൈസയാകുന്നു. ഇതിലെല്ലാം ഉപരി ഒരു ദൈവിക ചൈതന്യം ഉണ്ടാകണം. നമ്മളിലെ ഒരു അഹങ്കാരവും ഒരു തൻ്റെ ഇടവും ഒന്നും അടുത്ത തലമുറയിലേക്ക് കൊടുക്കാതെ എളിമയും വിനയവും ദൈവഭക്തിയും അനുസരണശീലവും ഉണ്ടായിക്കൊണ്ട് വേണം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കാൻ. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതൊന്നും വലിയ സംഭവങ്ങളൊന്നുമല്ല, ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ മരിച്ചു പോകുമൊന്നുമില്ല, അതൊക്കെ പോഷൻ്റെ വാക്കുകളായിരിക്കാം. നമുക്ക് ഇത് വലിയ ബുദ്ധിമാനായിട്ടല്ല ഞാൻ പറയുന്നത്, ദൈവിക ജ്ഞാനം ഉണ്ടായിരിക്കണം. കാരണം ആയുർവേദം ഇതൊരു വലിയ സംഭവമാണ്. അത് കുറേശ്ശെ കഴിച്ചാൽ മതി, ഒത്തിരി അത് ഇത് മേടിച്ച് കഴിക്കണം എന്നല്ല പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ചെറിയ രീതിയിൽ ഉണ്ടാക്കുക. ഇത്